ഹായ് എവ്രി വൺ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന അധ്യായത്തിലെ അമേരിക്കൻ റെവല്യൂഷൻ പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ എൻറ്റയർ കോണ്ടിനെൻറ്റ് അസംബിൾസ്, ഒരു വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്നതിലൂടെയാണ് ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത്. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. അതായത് ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനീസിലെ പ്രതിനിധികളും ഫിലദൽഫിയയിൽ 1774 ഒത്തുചേർന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ട് ഇമ്പോസ് ചെയ്തിട്ടുള്ള, അതായത് ബ്രിട്ടൻ ഇമ്പോസ് ചെയ്തിട്ടുള്ള പോളിസീസിനെയും റൂൾസിനും എതിരെയായിട്ട് അവർ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. സബ്സീക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇതിനെ തുടർന്ന് കോളനീസിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ കിങ്ങിന് ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. ദേ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ എന്ത് പറഞ്ഞു? ഇവർ ഡിമാൻഡ് ചെയ്തത് എന്താണ്? അതായത് ഇൻഡസ്ട്രിയിലും കൊമേഴ്സിന്മേലും ഈ ഒരു ഇംഗ്ലണ്ടുകാർ ചുമത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കണമെന്നും അതുപോലെ തന്നെ നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ, അതായത് കോളനിയിലുള്ള ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ, അവരുടെ അംഗീകാരമില്ലാതെ ടാക്സ് ഇമ്പോസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ എന്ത് ചെയ്തു? ഇവർ കിങ് ഓഫ് ഇംഗ്ലണ്ടിന് സബ്മിറ്റ് ചെയ്തു. ബട്ട് ദ കിങ് സെൻറ്റ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അപ്പോൾ കിങ് എന്ത് ചെയ്തു? ഈ ഒരു ജനങ്ങൾക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങളെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടി, അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററി ഫോഴ്സിനെ അയക്കുകയുണ്ടായി. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇംഗ്ലണ്ടും അവരുടെ കോളനീസും തമ്മിൽ എന്തുണ്ടായി? ഒരു യുദ്ധം തന്നെ ഉണ്ടായി. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief in the Continental Army. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടാമത് ഇവർ ഒരു സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇവർ ചേർന്നു. അതിൽ ഫിലദൽഫിയയിൽ തന്നെ 1775, അതായത് ഒരു വർഷത്തിന് ശേഷം, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ നെക്സ്റ്റ് ഇയറിൽ അവർ എന്ത് ചെയ്തു? വീണ്ടും സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇവർ ഹെൽഡ് ചെയ്തു. നടത്തിയത് ഫിലദൽഫിയയിൽ തന്നെയാണ്. അപ്പോൾ ജോർജ് വാഷിങ്ടനെ അവർ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് നിയമിച്ചു. ഡ്യൂറിങ് ദിസ് ടൈം, ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് it was the wise for the Americans to break the ties with Britain. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലഘുരേഖയിൽ, തോമസ് പെയിൻ്റെ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു ലഘുലേഖനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ബ്രിട്ടനുമായിട്ടുള്ള ടൈസ് എന്നാണോ അമേരിക്ക ബ്രേക്കപ്പ് ചെയ്യുക, അതാണ് അവരുടെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എന്ന് തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ ലഘുലേഖയായിട്ടുള്ള കോമൺ സെൻസിൽ പറഞ്ഞു. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. അതായത് പിന്നെയും ഒരു വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? 4th July 1776 എന്ത് ചെയ്തു? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഒരു ഫേമസ് ഡിക്ലറേഷൻ, സ്വാതന്ത്ര്യം വേണം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫേമസ് ഡിക്ലറേഷൻ അവർ പുറപ്പെടുവിച്ചു. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഈ ഒരു ഡിക്ലറേഷൻ എന്ത് ചെയ്തത്? പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിക്ലറേഷൻ്റെ ചിത്രമാണ് നിങ്ങൾ
നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് ഇൻ കോൺഗ്രസ് July 4th, 1776 എ ഡിക്ലറേഷൻ by the representatives of the United States of America in General Congress എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ മലയാളം വേർഷൻ എന്താണെന്ന് നോക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്രഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷനിൽ പറയുന്നത് എന്താണ്? എല്ലാവർക്കും എന്തുണ്ട്? എല്ലാ മനുഷ്യരും തുല്യരാണ് അല്ലേ? എല്ലാ മനുഷ്യരും തുല്യരാണ്. അവർക്ക് കുറേ അവകാശങ്ങളുണ്ട്. ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും ജീവിത സൗഖ്യത്തിനും ഒക്കെ എല്ലാത്തിനുമുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഭരണങ്ങൾക്കാണ് അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാണ് നമ്മൾ അംഗീകാരം കൊടുക്കേണ്ടതും. ഈ ലക്ഷ്യങ്ങൾ നമുക്ക് തരാത്തവരാണെങ്കിൽ നമ്മളത് അവരെ മാറ്റാനോ നിലനിർത്താനോ ഉള്ളൊരു അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ആര് കൊണ്ടുവന്നു? ഈ ഒരു 1776 4th ജൂലൈയിൽ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എൻ എക്സ്ട്രാക്ട് ഫ്രം ഇറ്റ് ഈസ് ഗിവൺ. നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ഈ ഒരു ഡിക്ലറേഷനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ്. നമുക്ക് മനുഷ്യാവകാശങ്ങൾ പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഇതല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്? ഓൾ ആർ ഈക്വൽ, നമ്മളെല്ലാവരും തുല്യരാണ്. എവ്രി വൺ ഹാസ് എ സർട്ടൈൻ റൈറ്റ്സ്, എല്ലാവർക്കും ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ഷുഡ് ബി സെക്യൂർഡ്, റൈറ്റ് എന്ത് ചെയ്യണം? അത് സുരക്ഷിതമായിരിക്കണം, അത് എല്ലാവരെയും സംരക്ഷിക്കണം. ഗവൺമെൻറ് വിത്ത് ഇസ് കൺസെൻറ്റ് ഓഫ് ഗവേൺഡ്, അതായത് ഗവൺമെൻറ്റിന് നമ്മൾ അവരെങ്ങനെ ഭരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. റൈറ്റ് ഓഫ് ദ പീപ്പിൾ ടു അബോളിഷ് ഗവൺമെൻറ്, അതായത് അവർക്ക് താല്പര്യമില്ലാത്ത ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവർക്ക് നല്ലത് തരാത്തൊരു ഗവൺമെൻറ് ആണെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യാനായിട്ടുള്ളത് ഒരു പവർ ആർക്ക് വേണം? ജനങ്ങൾക്ക് വേണം എന്ന് പറയുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡിക്ലറേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് നമ്മുടെ റൈറ്റ്സും എല്ലാവരും ഈക്വലാണ്, നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം, സെക്യൂർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. അപ്പോൾ ഇംഗ്ലണ്ടും കോളനീസ്, നോർത്ത് അമേരിക്കയിലുള്ള കോളനീസും തമ്മിൽ എന്തുണ്ടായി? യുദ്ധം നടന്നപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു ഡിക്ലറേഷൻ എന്ത് ചെയ്തു? എൻഡ് ചെയ്തു. 1781 അത് അവസാനിച്ചു. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ ട്രീറ്റി ഓഫ് പാരീസ് 1783 ഈ ഒരു ട്രീറ്റി അനുസരിച്ച് ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? 13 കോളനീസിനും എന്ത് നൽകി? ഫ്രീഡം ശരിവെച്ചുകൊണ്ട് ട്രീറ്റി ഓഫ് പാരീസ് 1783 ഇംഗ്ലണ്ട് കൊണ്ടുവന്നു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഫിലദൽഫിയയിൽ നടത്തി. അപ്പോൾ ഇതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആയിരുന്നു. അദ്ദേഹമാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. George Washington became the first president of United States of America, for in accordance with
ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്തുണ്ടായി? പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടനെ ഇവരെന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോമർ സിസ്റ്റം എക്സിസ്റ്റഡ് ദർ. അതായത് ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന ആ ഒരു സിസ്റ്റത്തെ തന്നെ ഒരു മാറ്റമാണ് ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ചരിത്രത്തെ തന്നെ, നമ്മുടെ ലോകത്തിലെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്നത്, പലതരത്തിൽ മാറ്റിമറിക്കാനായിട്ട് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് സാധിച്ചു എന്നാണ് പറയുന്നത്. ലെറ്റ് സീ ദം. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു മാറ്റം ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. gave direction and motivation to the later freedom struggles and revolutions all over the world. അതായത് മൊത്തത്തിലുള്ള ലോകത്തിൽ, മൊത്തം ലോകത്തിൽ ഉള്ള ഫ്രീഡം സ്ട്രഗിൾസിനും റെവല്യൂഷനും ഒരു മോട്ടിവേഷനും ഒരു ഡയറക്ഷനും ഒരു പ്രചോദനവും ഒരു വഴികാട്ടിയും ഒക്കെ ആവാനായിട്ട് ഇതിന് സാധിച്ചു. പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ളൊരു ആശയം പുട്ട് ഫോർവേഡ് ചെയ്തു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ ഭരണഘടന എഴുതുന്ന അല്ലെങ്കിൽ എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂട്ടഡ് ടു ദ concept of federal system that ensured freedom and authority of states in the union. അപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവർ എൻഷുർ അല്ലെങ്കിൽ കൊണ്ടുവരികയും ഇതിലൂടെ ഫ്രീഡവും അതുപോലെ തന്നെ സ്റ്റേറ്റ്സും യൂണിയനും എന്നുള്ളൊരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയൊക്കെ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അമേരിക്കൻ റെവല്യൂഷൻ പാർട്ട് 2 പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.